ഈ കൂരവ് ഒന്ന് വറുത്തെടുക്കുക. ഈ ചൂട് സമയത്ത് കൂരവ് നല്ലതാണ്, ശരീരത്തിന് തണുക്കാനും നല്ല ഉന്മേഷത്തിനും ഒക്കെ ആയിട്ട് ഈ കൂരവ് നല്ലതാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ശരിക്കൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം, പൊളിച്ച് വെച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം, കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന 5 ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം, ഏലക്ക ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇടാം. തേങ്ങകൾ ഇട്ട് കൊടുക്കാം. ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതായിരിക്കണം പൊസിഷൻ. ഇത് നല്ലതായിട്ട് ലൂസായിട്ടിരിക്കണം. നമുക്കിത് കാച്ചിയെടുക്കാനുള്ളതാണ്. ടേസ്റ്റിന് വേണ്ടി ഒരു അല്പം ഉപ്പ് പൊടി ഇടും. ചെറിയ തീ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അത് അടി ഭാഗം കൂട്ടി ഇളക്കിക്കോണം, അടിക്ക് പിടിക്കുകയൊന്നും ചെയ്യരുത്. ഇതിനകത്ത് നമ്മൾ മധുരം ഒന്നും ചേർക്കുന്നില്ല, ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അങ്ങനെയുള്ള ടേസ്റ്റ് കാണും. നമ്മൾ തേങ്ങയും കാഷ്നട്ടും ഒക്കെ ചേർത്തതാണ്. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം. ഇത് കുറുകാൻ തുടങ്ങി. ഇത് കണ്ടോ, ഈ പരുവാ മതി. ഇനി ആ പാത്രത്തിൻ്റെ ചൂടിൽ ഇതൊന്ന് സെറ്റാകും. അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ള എള്ള് വിതറി കൊടുക്കാം, കുറച്ച് കറുത്ത എള്ള് വിതറി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത്. ഉന്മേഷത്തിനും ആരോഗ്യത്തിനും ഈ സമ്മർ കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഇത് നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് ചെറിയ ബൗളിലോട്ട് ഞാനൊന്ന് എടുക്കുക. ഓക്കെ, ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ മറുപടി പറയാം എങ്ങനെ ഉണ്ടെന്നൊക്കെ. നല്ല ടേസ്റ്റ്, അധികം മധുരമില്ല, ആർക്കും വേണമെങ്കിലും കഴിക്കാം. ബദാമിൻ്റെയും കാഷ്നട്ടിൻ്റെയും തേങ്ങയൊക്കെ ഇട്ടുണ്ട്. നമ്മൾ സാധാരണ കുരുവ് കാച്ചുമ്പോൾ കുരുവ് കാച്ചി പാലൊഴിച്ചാൽ കുടിക്കാറില്ലേ? നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്. ഈ ചൂടത്ത് കഴിക്കാൻ പറ്റുന്ന കൂരവിൻ്റെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ നമുക്കിത് കഴിക്കാം. കൂരവ് നമ്മൾ കാച്ചിയെടുത്തത്. ഈ റാഗി പൊടിയേക്കാൾ നല്ലത് ഇങ്ങനെ കൂരവ് പൊടിച്ചെടുക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുരുവ് തന്നെ എടുത്ത് പൊടിച്ച് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.